ഇന്ന് ഞാനുണ്ടല്ലോ 4 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഓരോ പോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുമാത്രമല്ല ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? വയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ സേമിയ ഉപ്പുമാവായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമല്ലോ, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വറുത്തിട്ടുള്ള സേമിയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നമുക്ക് തീ കത്തിച്ചേ ഒരു കടായി നമുക്ക് അടുപ്പത്ത് കയറ്റാം കേട്ടോ. ഈ കടായി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് സേമിയാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മേടിക്കാൻ കിട്ടും റോസ്റ്റ് ചെയ്ത സേമിയ. റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കണേക്കാളും മുന്നേ വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഒരു തുണ്ട് തൈ ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മളത് ചെയ്യണില്ലേ, കാരണം ഇങ്ങനെ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊക്കെ പൊട്ടി തുടങ്ങി. അതിലേക്ക് നമുക്ക് ഒരു വറ്റമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ 3 എണ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്. പിന്നെ അതിലേക്ക് നമ്മൾ കശുവണ്ടി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നും പരിപ്പും കശുവണ്ടി നമ്മൾ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊരു കളർ മാറട്ടെ. കശുവണ്ടി പരിപ്പ് ഉഴുന്നൊക്കെ ഇതേപോലെ കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/2 സബോള കേട്ടോ ചെറുതാക്കി നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒപ്പം തന്നെ നമ്മളിതാ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും ഇഞ്ചി. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കണേ. പിന്നെ നമ്മളിത് നോക്കിയേ ഒരു ചെറിയൊരു ക്യാരറ്റ്, അത് ഇത്തിരി കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് ഇതേപോലെ ചെറുതാക്കി നുറുക്കിയതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും സബോളയും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കതിര് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയാണോ അളവ് എടുത്ത് നോക്കണേ, ഇപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ സേമിയാണ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് അളവ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് സേമിയാണ്. അപ്പോൾ നമ്മളിതാ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്കിതാ ഇത്തിരിയോളം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പൊക്കെ നമുക്കൊരു ഉദ്ദേശമാണ് കേട്ടോ, ഇത്ര ഉപ്പെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇടുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇടുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. എല്ലാതും ഇട്ടിട്ട് അവസാനം ഇളക്കാമെന്ന് വിചാരിച്ചിരിക്കുമോ, അപ്പോൾ കട്ട പിടിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് ഇനി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി മൂടി വയ്ക്കണ്ട കേട്ടോ. ഇനി നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അതായത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. അതോടുകൂടി നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടാ. നമ്മൾ ഈ സമയത്ത് തീയൊക്കെ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി ഇതിലത്തെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി. പെട്ടെന്ന് തന്നെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം. കൊണ്ടുവരിക, അടപ്പത്തിടുക, അപ്പോഴേക്കും ആവും ചെയ്യും ഇത്. ഇപ്പം നോക്കിയേ നമ്മുടെ ഉപ്പുമാവ് നോക്കിയേ, കണ്ട ഇതേപോലെ ഇങ്ങനെ ഒളർന്നിങ്ങനെ വരുന്നുണ്ടോ. ഇതാണ് കേട്ടോ പാകം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഇത്തിരി നാളികേരം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരം നോക്കിയേ, അധികമൊന്നും വേണ്ട. കണ്ടോ, ഇങ്ങനൊരു പിടി ഇത്രയും മതി. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി ഏറ്റവും ലാസ്റ്റായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പുമാവാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഓരോ പോലെ ഇഷ്ടപ്പെട്ടിട്ടത്.
അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പുമാവ് നോക്കിയേ റെഡിയായി. ഇത്രേ ഉള്ളൂ കേട്ടാ. നല്ല വളർന്നിരിക്കും കണ്ടോ. ഉപ്പുമാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടോ. ഷായിട്ടൻ ടീസ്പൂണ് നമ്മുടെ ഈ ഉപ്പുമാവില്ലേ നോക്കിയേ കണ്ടോ. ഇതേപോലെ കേട്ടോ, ഒരു കട്ട കുത്തൊന്നുമില്ല, നല്ല വളർന്നിരിക്കും അല്ലേ ഷായിട്ടാ. കാണുമ്പോഴാണ് ഒരു ഭംഗിയില്ലത്. ആ അതന്നെ, ഇതിങ്ങനെ വീഴുമ്പോൾ തന്നെയാണ്ടോ. നോക്കിയേ നമ്മുടെ അടിപൊളി ഉപ്പുമാവാട്ടത്. ശരിക്കും ഞാൻ മുമ്പ് കഴിക്കാറുള്ള കാരണം മുൻകൂട്ടി എന്നെ പറഞ്ഞേ. ഷായിട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഉപ്പുമാവ്. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ വാരി കഴിക്കാം അല്ലേ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ഇതിലേ ശരിക്കും ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഞാനിത് തന്നെ അടിക്കും. അത്ര രസം അത്. അടിപൊളിയല്ലേ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കിയോളോ. പെട്ടെന്ന് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. നമ്മൾ പച്ചമുളകൊക്കെ ഇടുന്നാലും പിള്ളേർക്കൊന്നും അതിൽ നിന്ന് ആവശ്യമില്ല ശരിക്കും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഇത്തിരി കുറച്ചോ. പിന്നെ വെജിറ്റബിൾസ് നമ്മളിപ്പോൾ ക്യാരറ്റ് മാത്രമല്ല ഇട്ടിട്ടുള്ളൂ, നല്ല പച്ച ബീൻസ് അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാം അവർക്ക്. പച്ച ബീൻസ് ഇട്ടിട്ട് നല്ല ഒരു കളർഫുള്ളാവും ശരിക്കും ഇത്. ഇതിൻ്റെ കൂടെ ഇല്ലേ കട്ടൻ കാപ്പിയും. ഓ പിന്നെ നോക്കിയാൽ ഇതൊക്കെ ഞാൻ ഒരു ഇത് കാട്ടി തരാട്ടാ. നോക്കിയേ അത്ര വല്ലായിരുന്നു എടുക്കണത് കണ്ട. ടീസ്പൂണൊന്നും വേണ്ട ശരിക്കും, ഇങ്ങനെ എടുക്കാം. അത്ര രസം അത് കാണുമ്പോഴെണ്ണം കണ്ടില്ലേ, ഒന്നും തൊട്ട് എടുക്കണില്ല. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നല്ല അത്രയ്ക്ക് രസമാണ്. പിള്ളേർക്ക് വൈകിട്ടായാലും കൊടുക്കാം, രാവിലെ ആയാലും കൊടുക്കാം. അപ്പോൾ നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.